എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 10 മാസം മുമ്പല്ലേ ഇവിടെ വന്നേ. 10 മാസം മുമ്പ് വന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഒരു ബ്ലോഗിൽ നമ്മുടെ വീഡിയോ വൈറലായ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഉരുളംപള്ളിയുടെ ഒരു വീഡിയോ. അത് ഭയങ്കര ഇതാണ്. അപ്പം ആ ഉരുളംപള്ളിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. കുട്ടി ബ്ലോഗാണ്. ജസ്റ്റ് ഞങ്ങൾ കോന്നി വന്നപ്പോൾ പള്ളി വന്ന് തിരികെത്തിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുട്ടി ബ്ലോഗാണ് നിങ്ങളിന്ന് കാണുന്നത്. ഡിസുകൂട്ടനെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആയിട്ടുള്ളപ്പോൾ ഒന്ന് വന്നായിരുന്നല്ലേ ഇത്. എന്നാൽ ഇസുക്കൂട്ടനുള്ള സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇസുക്കൂട്ടൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് പള്ളിയും. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതാണ് പള്ളിയും കാര്യങ്ങളൊക്കെ. ഈ പള്ളിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് കുരിശടിയാണ്. അന്ത്രോസ് ബായുടെ നാമത്തിലുള്ള കുരിശടിയാണ്. ഇവിടുത്തെ ഒരു നേർച്ചയും ഭയങ്കര ഫേമസ് ആണ്. അത് ഉരുളുന്നതാണ് ഇവിടുത്തെ നേർച്ച. ഫെബ്രുവരി എന്നാ ഇവിടുത്തെ പെരുന്നാൾ? കുംഭം 10. കുംഭം 10 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫെബ്രുവരി 11 ശനിക്കുന്ന വെള്ളിയും ശനി. ഏകദേശം ആ സമയത്താണ്. ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് അവിടുത്തെ പെരുന്നാളും കാര്യങ്ങളും. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ നേർച്ചയും എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ തിരികെ എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇസുക്കുട്ടിനെ കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ നിന്ന് വരണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഇവിടെ പൊന്നായി ഉണ്ട്. പൊന്നായി തിരികെ എത്തിക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ സമയം ഏകദേശം 9:30 അതുകൊണ്ട് കുറച്ച് വെയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചൂടും കാര്യങ്ങളും. ഇപ്പം വരുന്നൊരു നേരത്തെ വന്ന നല്ലൊരു കിടം വ്യൂ ആയിരിക്കും ഇവിടെ. ഒക്കെയാണ്. അപ്പോൾ അന്ത്രോസ് ബായുടെ നാമത്തിൽ ആണ് ഈ പള്ളിയും കുരിശുപള്ളിയും എല്ലാം ഉള്ളത്. ഇതിന് താഴെയായിട്ടൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് വെള്ളം ഇല്ല ഒട്ടും. ഇപ്പോൾ ഇവിടെ നേരത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വരുന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ ആനയുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ താഴെ നമ്മൾ ഈ കാണുന്ന കുഴിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടൻ്റെ അവിടെ ആനയുടെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം. മൊത്തത്തിൽ കരിങ്കല്ല് തീർത്തൊരു കുഞ്ഞു പള്ളിയാട്ടോ. ഈ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ്, ഈ പള്ളിയെപ്പറ്റി ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി എല്ലാം ഒരു വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട്. ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ പറയാനായിട്ട്. ഇന്നൊരു കുട്ടി വ്ളോഗായിരുന്നു. ഞാൻ രാവിലെ ജസ്റ്റ് വന്ന് തിരികെ എത്തിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ പള്ളിയിൽ. കാരണം ഇസുക്കുട്ടിനെ കൂടെ ഇവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് വന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിലൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.